വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്തമുള്ള ഉപഭോക്തൃ സംസ്കാരം, ശാസ്ത്രീയമായ മാലിന്യ പരിപാലനം, മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ താല്പര്യം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് ശുചിത്വ പഠനോത്സവം പാല നഗരസഭാ ടൗൺ ഹാളിൽ നടന്നു. വാർഡ് കൗൺസിലർ ബിജി ജോജോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ദിയ വിനു പുളിക്കകണ്ടം ഉദ്ഘാടനം ചെയ്തു. കൂടുതലായിരിക്കും. അപ്പൊ അതുപോലെ അത് ഡിസ്പോസ് ചെയ്യാനുള്ള നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും നമുക്കറിയാം വേസ്റ്റ് എത്രത്തോളം ഉണ്ട്, ഒരു ദിവസം എത്രത്തോളം പ്രൊഡ്യൂസ് ആവുന്ന പ്രശ്നമൊക്കെ നിക്ഷേപിക്കാനുള്ള സ്ഥലവും കുറവാണ്. പക്ഷെ ഇപ്പൊ വിജയന്റെ അതുപോലെ ഞാൻ ഉൾപ്പെടെ വേസ്റ്റ് അടിച്ചിട്ട് ഇവിടെ കൊണ്ട് ഇടുക എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങളാണ് ഇതൊക്കെ മാറ്റിയെടുക്കേണ്ടത്. ക്ലീൻ സിറ്റി മാനേജർ ആഡ്ലി പി ജോൺ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ നടത്തിയ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരണവും പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച വിവിധതരം വസ്തുക്കളുടെ പ്രദർശനവും മത്സരവും നടന്നു. പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു. ഇതിനായി ഞാൻ ചെയ്ത പ്രവർത്തനം 1, പേപ്പർ വേസ്റ്റ് ബക്കറ്റ് നിർമ്മിച്ച് മാലിന്യങ്ങളെ തരംതിരിച്ചു. പത്രപേപ്പർ, തുണിക്കടകളിൽ നിന്ന് ലഭിക്കുന്ന പേപ്പർ കവറുകൾ എന്നിവ കൂടി ചേർത്ത് വേസ്റ്റ് ബിന്നുകൾ ഉണ്ടാക്കി. ഇതിൽ 3 എണ്ണം എടുത്ത് ഒന്നിൽ പ്ലാസ്റ്റിക്, മറ്റൊന്നിൽ പേപ്പർ, മൂന്നാമത്തേതിൽ ഒഴിഞ്ഞ പേനകൾ എന്നീ രീതിയിൽ തരംതിരിച്ചു. 9 സ്കൂളുകളിൽ നിന്നായി ഇക്കോസെൻസ് സ്കോളർഷിപ്പിന് അർഹരായ 70ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സമ്മാനദാന ചടങ്ങിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രജിത പ്രകാശ്, പ്രിൻസി സണ്ണി, ബിജു വരിക്കാനി, ടോണി തൈപ്പറമ്പിൽ, ജിജി ബൈജു കൊല്ലമറമ്പിൽ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും സമ്മാനിച്ചു. പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ഉദ്യോഗസ്ഥരായ ക്ലീൻ സിറ്റി മാനേജർ ആഡ്ലി പി ജോൺ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉമേഷിത PG, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സോണിമോൾ EP, രഞ്ജിത്ത് ആർ ചന്ദ്രൻ, മഞ്ജു മോഹൻ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ഗീതാദേവി TV, അൽഫിയ താജ്, KSWMB എഞ്ചിനീയർ ശ്രുതി S നായർ, കിലോ റിസോഴ്സ് പേഴ്സൺ ജോസ് എബ്രഹാം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.